എന്റെ ചോദ്യം, പ്രവാചകൻ ജനിച്ച ദിവസം വിശ്വാസികൾ ചിരിച്ചു, ഇബ്ലീസ് കരഞ്ഞു, ആ കൂട്ടത്തിൽ മുജാഹിദീങ്ങളും കരയുന്നു. ഇന്ന് പല സുന്നി സുഹൃത്തുക്കളും പറയുന്ന ഒരു കാര്യമാണ് ഇത്. അവർ പറയുന്നതിന്റെ ഉദ്ദേശം പ്രവാചകന്റെ ജന്മദിനത്തിൽ ലോകത്തുള്ള വിശ്വാസികളെല്ലാം ചിരിക്കുമ്പോൾ ഷൈത്താനും മുജാഹിദീങ്ങളും മാത്രമാണ് കരയുന്നതെന്നാണ്. എന്താണ് ഇത് പറയുന്നതിന്റെ സത്യാവസ്ഥ? ഒന്നുകൂടി വ്യക്തമാക്കണം. കരഞ്ഞപ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയം. അപ്പൊ മൂപ്പർ എപ്പോഴാണ് ചിരിച്ചിട്ടുണ്ടാവുക? മരിച്ചപ്പോഴായിരിക്കും. വളരെ കൃത്യമാണ് സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോ ഇബ്ലീസ് കരഞ്ഞു. അപ്പൊ റസൂലുള്ള ജനിച്ചപ്പോ കരഞ്ഞ ഇബ്ലീസ് എപ്പോഴായിരിക്കും ചിരിച്ചിട്ടുണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ. യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ നടക്കുന്നത് ആ ചിരിയാണ്. റബീഉൽ അവ്വൽ 12 നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി എന്ന് ഉറപ്പുള്ള മാസമാണ്. അപ്പൊ സ്വാഭാവികം റസൂല് ജനിച്ചപ്പോൾ കരഞ്ഞ ഇബ്ലീസ് ചിരിച്ചത് റസൂൽ വഫാത്തായപ്പോഴായിരിക്കും. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്ത് പറയാനുള്ളത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചതും പ്രവാചകൻ കരഞ്ഞതുമായ നിമിഷങ്ങളെ ഒപ്പിയെടുക്കുകയും അത് സമൂഹത്തിൽ വിശദീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് മുജാഹിദുകൾ. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോൾ ഇബ്ലീസ് കരയുകയും ആ പ്രവാചകന്റെ വിയോഗത്തിൽ ഇബ്ലീസ് ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഇബ്ലീസിന്റെ ചിരിയെ അന്വർത്ഥമാക്കുന്ന ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂൽ വഫാത്തായി എന്ന് ചിരിക്കുന്നുവെങ്കിൽ, സന്തോഷിക്കുന്നുവെങ്കിൽ സാക്ഷാൽ ഇബ്ലീസിനല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ദിവസം ചിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ഉസ്താദുമാരോട് തിരിച്ചു ചോദിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിന്റെ പേരിൽ കരഞ്ഞ ഇബ്ലീസ് ചിരിച്ചത് എപ്പോഴാണ് എന്ന ചോദ്യത്തിന് മറുപടിയാണ് നമുക്ക് തരേണ്ടത് എന്നാണ് അവരോട് തിരിച്ചു ചോദിക്കാനുള്ളത്. ഖുത്ബ കിതാബിൽ അവിടെയാ ചോദിച്ചത്, അയ്യു തറഫിൻ അലൈഹി മാ ദമഅ. റബീഉൽ അവ്വൽ ചോദിക്കണം, അയ്യു തറഫിൻ അലൈഹി മാ ദമഅ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന് പറഞ്ഞിട്ട് എന്താണോ കരയാത്തത്? റബീഉൽ അവ്വൽ മാസത്തിൽ ഉസ്താദ് മിമ്പറിന്റെ മുകളിൽ നിന്നുകൊണ്ട് നബാത്തി ഖുത്ബയുടെ 7 വായിച്ച് ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ചോദ്യത്തിന്റെ കൂട്ടത്തിൽ ഫഅയ്യു നഹീബിൻ അലൈഹി മർതഫ, അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന് പറഞ്ഞിട്ട് എന്തോ നഹീബ്, നഹീബ് എന്ന് പറഞ്ഞാൽ ഏങ്ങലടിച്ച് ഗദ്ഗദം, അതിനാണ് നഹീബ് എന്ന് അറബി പറയാം. എന്നാടോ ആരും ഏങ്ങലടിച്ച് കരയാത്തത് എന്നാണ് മിമ്പറിന്റെ മുകളിൽ നിന്നിട്ട് ഉസ്താദ് റബീഉൽ അവ്വൽ മാസത്തിൽ ചോദിക്കുന്നത്. അതെന്തിന്റെ പേരിലാണ്? റബീഉൽ അവ്വൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയമാണ് എന്നുള്ളത് കൊണ്ടാണ് ആ ചോദ്യം മിമ്പറിന്റെ മുകളിൽ നിന്ന് പോലും ഉന്നയിക്കുന്നത്. സാധാരണ മുസ്ലിയാക്കന്മാർ പോലും സഫറിലെ അവസാനത്തെ ബുധനാഴ്ച അത് റസൂലുള്ളാഹിക്ക് തലവേദനയുണ്ടായി, അല്ലെങ്കിൽ പ്രവാചകന്റെ വഫാത്തിന് കാരണമായ ബുധനാഴ്ചയാണ്, അതുകൊണ്ട് ആ സഫറിലെ അവസാനത്തെ ബുധനാഴ്ച നെഹ്സാണ് എന്ന് സാധാരണ മുസ്ലിയാക്കന്മാർ പറയാറുണ്ട്. ആ തലവേദന തുടങ്ങി പ്രവാചകൻ ആരംഭിച്ച് പ്രവാചകൻ വേദനിച്ചുകൊണ്ട് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പത്നിമാരുടെ അടുക്കലേക്ക് ഓടി വന്നു. അന്നു മുതൽ മെല്ലെ മെല്ലെ മരണത്തിലേക്ക് നടന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വലിലെ ഓരോ ദിവസങ്ങളും കൊഴിഞ്ഞുപോയി. അവസാനം റബീഉൽ അവ്വൽ 12 അന്നത്തെ സുബഹിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പള്ളിയിലേക്ക് കടന്നു വരാൻ കഴിയാതെ പ്രവാചകന്റെ വീട്ടിലെ കർട്ടൻ അത് മാറ്റിയിട്ട് തലപ്പുറത്തേക്ക് ഇട്ടു. ആ സ്വഹാബത്ത് ഇങ്ങനെ സഫായി നിൽക്കുന്ന സമയത്ത് ആ സഫായി നിൽക്കുന്ന സ്വഹാബത്തിനെ നോക്കി കുറെ നേരം നിൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമ നിൽക്കാൻ കടന്നു വരും എന്ന് കരുതി അവിടെ എല്ലാവരും ഇതാ നിസ്കരിക്കാതെ നിൽക്കുകയും ചെയ്യുന്ന വേളയിൽ പ്രവാചകൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിച്ചോളാൻ പറഞ്ഞിട്ട് ആ കട്ടൻ വലിച്ചിട്ട് തല ഉള്ളിലേക്കിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനെ ആ രൂപത്തിൽ നിൽക്കുന്നതിനെ കണ്ടില്ല. എന്തേ കാരണം? പ്രവാചകൻ ആ സുബഹി കഴിഞ്ഞ് പ്രവാചകന്റെ വീട്ടിൽ കൂടിയ ആളുകൾ, പ്രത്യേകിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വഫാത്തിന്റെ വിഷയം പറഞ്ഞ് ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണെന്ന് പറഞ്ഞു. അത് കേട്ട് മകൾ വാവിട്ട് നിലവിളിച്ച് ആ രംഗം നമ്മുടെ ജുമാ ഖുത്ബയിൽ, നബാത്തി ഖുത്ബയിൽ സാധാരണ നമ്മുടെ പള്ളിയിൽ ഓതുന്ന ആ ഖുത്ബ കിതാബുകളിൽ പോലും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഉപ്പാ നിങ്ങൾക്ക് എന്ത് വേദനയാണ്, അത് കണ്ടിട്ട് ഈ പുന്നാരമോൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയെ അണച്ചു പിടിച്ചുകൊണ്ട് ലാ കർബ അലാ അബീകി ബഅദൽ യൗം, നിന്റെ ഉപ്പയുടെ അവസാനത്തെ വേദനയാണ് മോളെ, ഇത് കഴിഞ്ഞാൽ ഉപ്പക്ക് വേദനയില്ലെന്നും മകളെ ആശ്വസിപ്പിച്ചതും ഞാൻ മരിച്ചാൽ ആദ്യമായി എന്നിലേക്ക് വന്നു ചേരുന്നത് മോളെ നീയായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മകളോട് പറഞ്ഞതും ആയിഷ ബീവിയുടെ മാറിടത്തിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞ വാചകം, യാ ആയിഷ മാ അജിദു അലമത്തഅമില്ലദി അകൽതു ബി ഖൈബറ ഫഹാദാ അവാനു വജത്തും കിതാ അബ്ഹരി മിൻ ദാലിക സും. ഖൈബറിൽ നിന്ന് മടങ്ങിപ്പോരുന്ന ആ ദിവസം ആ ജൂതപ്പെണ്ണ് എനിക്ക് തന്ന ആ വിഷം എന്റെ സിരകളിലൂടെ ഇപ്പോൾ പ്രവഹിക്കുകയും എന്റെ നാഡീ നരമ്പുകൾ പൊട്ടുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുകയും, അങ്ങനെ ഏതാണ്ട് ദുഹയുടെ സമയമായപ്പോൾ പ്രവാചകൻ കൈ ഉയർത്തിയിട്ട് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി എന്നിങ്ങനെ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും, മാത്രമല്ല അവസാനം പ്രവാചകൻ ആ പ്രാർത്ഥന ചുരുക്കി റഫീഖുൽ അഅ്ലാ എന്നിങ്ങനെ പറഞ്ഞു ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്തു എന്നത് വളരെ കൃത്യമായി മുഹമ്മദ് നബിയുടെ ജീവിതത്തിന്റെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ റബീഉൽ അവ്വൽ 12 ഈ രൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സംഭവിച്ചത് സ്വാഭാവികമായും ഏറ്റവും അധികം സന്തോഷമായിട്ടുണ്ടാവുക ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം കരഞ്ഞ ഇബ്ലീസിനായിരിക്കും.